യുവരാജ് ഗോകുൽ, ഇവിടെ ഞാൻ ഈ ബ്രേക്കിനിടയിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിവേകാനന്ദ പാറയിലെ ധ്യാനത്തിൻ്റെ ആ ഫുട്ടേജിലുള്ള ക്യാമറ ആംഗിളുണ്ട്. 9 ക്യാമറ ആംഗിളുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറമാനോട് ചോദിച്ചു എത്ര 9 ക്യാമറ ആംഗിൾ എത്ര ക്യാമറ വേണം? അവർ പറഞ്ഞു 9 ക്യാമറ ആംഗിളത്തിന് ഒരേ സമയം വേണം, 9 ക്യാമറ ഒരേ സമയം വേണമെന്നാണ്. പോട്ടെ, ഇനി കട്ടിയെടുക്കുകയാണെങ്കിൽ 4-5 ക്യാമറയെങ്കിലും വേണം. അപ്പോൾ ഏകാന്ത ധ്യാനത്തിനിടയിൽ അത്രയധികം ക്യാമറയും അത്രയധികം ക്യാമറ ആംഗിളുകളും മാത്രമല്ല, ആ ഫുട്ടേജ് കൃത്യമായി വോട്ടർമാരിലേക്ക് എത്തിക്കാൻ BJP മെക്കാനിസം ഓവർ ടൈം പണിയെടുക്കുന്നത് കൊണ്ടാണ് സ്വാമി സന്ദീപാനന്ദഗിരിക്ക് അത് ആവേശത്തിലെ റീല് പോലെ തോന്നുന്നത്. ശ്രീ യുവരാജ് ഗോകുൽ, അതിലേക്ക് ഞാൻ വരാം ഹാഷ്മി. ഇപ്പോൾ കാര്യം വെച്ച് കഴിഞ്ഞാൽ വളരെ റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ലിസ് മാത്യു മാഡം പറഞ്ഞത്. അപ്പോൾ അതിന് മറുപടി പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം. അതൊരു പൊളിറ്റിക്കൽ ആരോപണമായിരുന്നല്ലോ മാഡം. ജാനുവരി 20, 2024 ഈ വർഷത്തെ ബിസിനസ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു വാർത്തയുണ്ട്. ആ വാർത്തയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇന്ത്യയിലെ കമ്പനീസ് മാത്രമായിട്ട് 8.12 മില്യൺ ജോബ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സർവീസ് സെക്ടറാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ജോബ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് വളരെ ആധികാരികമായിട്ട് ബിസിനസ് സ്റ്റാൻഡേർഡ് വാർത്ത ചെയ്തിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞിരുന്നത് വർഷം 2 കോടി ജോബ് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കമ്പനീസ് മാത്രമായിട്ട് ഇവിടെ 8.12 മില്യൺ ജോബ്സ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അവരുടെ സ്റ്റഡിയിൽ അവർ പറയുന്നുണ്ട്. 1. 2, ഗവൺമെൻറ് ജോബ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2004 മുതൽ 2013 വരെയുള്ള 9 വർഷ കാലഘട്ടത്തിൽ UPA സർക്കാർ 6 ലക്ഷം ഗവൺമെൻറ് ജോബാണ് പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ടെങ്കിൽ 2014-23 വരെയുള്ള 9 വർഷത്തിനിടയിൽ 9 ലക്ഷം ഗവൺമെൻറ് ജോബാണ് NDA സർക്കാർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി അതുമല്ല, 44 കോടി ആൾക്കാർക്കാണ് മുദ്രാ ലോണ് ഈ രാജ്യത്ത് അവരുടേതായ രീതിയിലുള്ള സംരംഭങ്ങൾ തുടങ്ങുവാൻ വേണ്ടിയിട്ട് ഈ രാജ്യം കൊടുത്തിരിക്കുന്നതെന്നുള്ളത് ആധികാരികമായിട്ട് ഡേറ്റയുള്ള കണക്കാണ്. അപ്പോൾ ഇവിടെ എല്ലാം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു, ഇവിടെ എല്ലാം സ്വർഗരാജ്യമായി എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ഭരിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫാർ 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 ബെറ്ററായിട്ട് തന്നെയാണ് മാഡം പറഞ്ഞ മേഖലകളിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ പെർഫോം ചെയ്തത് എന്ന് മാത്രമാണ് ഞാൻ ആ വിഷയത്തിനകത്ത് പറയുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. 1. 2, മാഡം തന്നെ ഇവിടെ വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഓക്സിമോറനായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. എന്താണ്? കോൺഗ്രസ് വളരെ പഠിച്ചിട്ടാണ് അവരുടെ പ്രകടന പത്രിക തയ്യാറാക്കിയെന്ന് പറഞ്ഞു. അതേ മാഡം തന്നെ പറഞ്ഞു അവർക്ക് അഥവാ ഭരണത്തിൽ വന്നാലും ഇതെങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും, അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ചിട്ട് സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പഠിച്ച് അവരിത് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രകടന പത്രിക കൊണ്ടുവന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തിനാണ് ഇത്രയും പ്രാക്ടിക്കാലിറ്റിയുടെ ഇഷ്യൂ ഉണ്ടാകുന്നത്? അപ്പോൾ ഭരണത്തിൽ വരില്ല എന്ന് വളരെ നന്നായിട്ട് അറിയാമെന്നുള്ളവർക്ക് എന്തും വിളിച്ച് പറയാമല്ലോ. അവരുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ അമ്പിളി മാമനെ പിടിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കാമല്ലോ. അവർക്ക് പറയുന്നതിന് എന്താണ് പ്രശ്നം? എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തും പറയാമെന്ന് പറഞ്ഞതുപോലെ മാനിഫെസ്റ്റോയിൽ അവർക്ക് എന്തും എഴുതി വെക്കാം. അവർക്കറിയാം അവർ വരാൻ പോകുന്നില്ല. ഹാഷ്മി ഞാനൊന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നടപ്പിലാകാത്ത ഏത് വിഷയം അവിടെയുള്ള ഈ പറഞ്ഞ തൊഴിൽ സംബന്ധമായ വിഷയത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ കണക്കുകളാണ് ഇപ്പോൾ നിരത്തി വെച്ച് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. നിങ്ങൾക്ക് കട്ട് ചെയ്യാനുണ്ടെങ്കിൽ കട്ട് ചെയ്യൂ, ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യൂ. ഞാൻ അതല്ലല്ലോ ഇവിടെ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മുടെ ഈ മാനിഫെസ്റ്റോയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ ഈ സിനിമയുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചും പറയുകയാണ്. എന്താണ്, ഒരു സിനിമയിൽ ഇന്നസെന്റ് മാളയോട് ചോദിക്കുന്ന ഒരു സീനുണ്ട്. അതായത് നിനക്ക് 2 വീടുണ്ടെങ്കിൽ ഒരാൾക്ക് കൊടുക്കുവോടോ, ഒരെണ്ണം കൊടുക്കുവച്ചോ? രണ്ടാമത് ചോദിക്കുന്നുണ്ട്, നിനക്ക് 2 കാറുണ്ടെങ്കിൽ കൊടുക്കുവച്ചോ? 2 പശു ഉണ്ടെങ്കിൽ കൊടുക്കില്ലച്ചോ? അതെന്താ, എനിക്ക് 2 പശു ഉണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. ഭരണത്തിൽ വരില്ല എന്നറിയാന്നുള്ളതുകൊണ്ട് എന്തും പറയാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ അമ്പിളി മാമനെ പിടിച്ച് അവിടെ ആയിട്ട് പകുത്തു തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പറയാമല്ലോ. അതിനകത്ത് ഇവിടെ ഇപ്പോൾ ആർക്കാണ് എന്താണ് ബുദ്ധിമുട്ടിരിക്കുന്നത്? അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകാന്നുള്ളതല്ലാണ്ട് വേറെ കഥയൊന്നുമില്ല അതിനകത്ത്. നിങ്ങൾക്ക് പൊളിറ്റിക്കലി എന്താണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും. അല്ലാണ്ട് ഈ സന്ദീപാനന്ദഗിരിയെ പോലുള്ള ആൾക്കാർ വന്നിരുന്നിട്ട് ഈ പറഞ്ഞ് വിളിച്ചു പറയുന്നതിനൊക്കെ ഞങ്ങൾ എന്തിനാണെന്നേ മറുപടി പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് ധ്യാനിക്കും, അദ്ദേഹം വിവേകാനന്ദ കേന്ദ്രത്തിലിരുന്ന് ധ്യാനിക്കും, അദ്ദേഹം കേദാർനാഥിൽ പോയി ധ്യാനിക്കും. അദ്ദേഹത്തിന്റെ ഇഷ്ടം. അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് അത് ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഫോട്ടോ എടുക്കും. ഈ രാഹുൽ ഗാന്ധി 2017 ഗുജറാത്ത് ഇലക്ഷന് മുമ്പായിട്ട് ടെമ്പിൾ റണ്ണ് നടത്തിയപ്പോൾ താങ്കളുടെ വികാരമൊന്നും കണ്ടില്ലല്ലോ. എവിടെ പോയിരുന്നു താങ്കളുടെ വികാരം? ഞാനത് കണ്ടില്ലല്ലോ. ഈ ടെമ്പിൾ റണ്ണ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആൾക്കാർ മുഴുവൻ ക്യാമറയും വീഡിയോ ആയിട്ട് പിറകെ ഓടുകയും നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ താങ്കളെ എവിടെയെങ്കിലും കണ്ടില്ലല്ലോ. കുറച്ച് നാളുകൾക്ക് മുമ്പ് താങ്കൾ പറഞ്ഞല്ലോ സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങൾക്കെതിരാണെന്ന്. കുറച്ച് നാളുകൾക്ക് മുമ്പ് DMKയുടെ ഒരു ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇദ്ദേഹത്തിന്റെ മകൻ, സ്റ്റാലിന്റെ മകൻ
സനാതന ധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ താങ്കൾ ചർച്ചയിൽ വന്നിരുന്ന് സനാതന ധർമ്മത്തിനെ എന്തൊക്കെയാണ് അധിക്ഷേപിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ താങ്കൾക്ക് പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ സനാതന ധർമ്മത്തിൻ്റെ മൂല്യം വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ വിവേകാനന്ദ കേന്ദ്രം അങ്ങനെ നിലനിൽക്കാൻ കാരണമായിട്ടുള്ളത് RSSകാരാണെന്നുണ്ടെങ്കിൽ RSSകാർക്ക് അറിയാം അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. താങ്കളുടെ ക്ലാസ് ഒന്നും ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ആവശ്യമില്ല എന്ന് മാത്രം താങ്കളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.